സൗദി അറേബ്യ കടുത്ത ആശങ്കയിലാണ്. കാരണം സൗദി അറേബ്യയിലെ പോർട്ടുകളും എയർപോർട്ടുകളും അതുപോലെ തന്നെ ഇന്ധന കേന്ദ്രങ്ങൾ, അതുപോലെ ഓയിൽ ഫെസിലിറ്റികൾ, റിഫൈനറികൾ ഇതെല്ലാം ലക്ഷ്യമിടാൻ പോകുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ സൗദിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇറാഖിലുള്ള ഇറാൻ പിന്തുണ നൽകുന്ന റെസിസ്റ്റന്റ് സംഘവും അതോടൊപ്പം തന്നെ യമനിലുള്ള അൻസാറുള്ള ഹൂത്തികളും അതോടൊപ്പം തന്നെ ഇറാനിലുള്ള റവല്യൂഷണറി ഗാർഡും ചേർന്നുകൊണ്ടുള്ള ഒരു അറ്റാക്കാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇറാൻ നേരിട്ട് ആക്രമണത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ ഇറാൻ ലോജിസ്റ്റിക് പിന്തുണകളെല്ലാം നൽകും. ഈ രണ്ട് വിഭാഗങ്ങൾ ചേർന്നായിരിക്കും ആക്രമണം നടത്തുക. സൗദി അറേബ്യയുടെ പോർട്ടുകൾ, സീ പോർട്ടുകൾ, അതുപോലെ തന്നെ എയർപോർട്ടുകൾ, അതുപോലെ തന്നെ റിഫൈനറികൾ, ഇതിനെ എല്ലാം ആക്രമിക്കുക, ഊർജ കേന്ദ്രങ്ങൾ തകർക്കുക, ഇതൊക്കെയാണ് ഈ സംഘങ്ങൾ ലക്ഷ്യമിടുന്നത്. യഥാർത്ഥത്തിൽ ഇറാൻ ഒരുപക്ഷെ മാറി നിന്ന് പിന്നിൽ നിന്ന് കളിക്കുകയായിരിക്കും. ഈ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആക്രമിക്കുമ്പോൾ പിന്നിൽ നിന്ന് GCC രാഷ്ട്രങ്ങൾ പിന്തുണ നൽകുന്ന പോലെ ഈ സംഘങ്ങളെ നിർത്തി പിന്നിൽ നിന്ന് ഇറാൻ പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായിരുന്നാലും സൗദി അറേബ്യയുടെ ഇന്റലിജൻസിന് ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല യമനിലെ ഹൂത്തികൾ ഇന്ന് വ്യാപകമായി ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണങ്ങളെല്ലാം സൗദി സപ്പോർട്ട് ചെയ്യുന്ന യമനിലുള്ള ഔദ്യോഗികമായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിൽ 50 സൈനികർ, അതായത് യമനിലുള്ള സൗദി അറേബ്യ സപ്പോർട്ട് നൽകുന്ന വിഭാഗത്തിലെ 50 സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്. ധാരാളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വ്യാപകമായ ഒരു ആക്രമണമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനപ്പുറം സൗദി അറേബ്യയെ ആക്രമിക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇന്ന് നടത്തിയ ആക്രമണങ്ങൾക്ക് തന്നെ സൗദി അറേബ്യ തിരിച്ചടിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം സൗദി അറേബ്യ തിരിച്ചടിച്ചാൽ സൗദി അറേബ്യക്കെതിരെ ആക്രമണം ഉണ്ടാകും. അതേ സമയത്ത് തിരിച്ചടിക്കാതിരുന്നാൽ യമനിലുള്ള ഈ വിഭാഗത്തെ തളർത്തി കഴിഞ്ഞാൽ, അവരുടെ സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കി കഴിഞ്ഞാൽ യമൻ പൂർണ്ണമായും ഹൂത്തികൾ പിടിച്ചടക്കും. അത് സൗദി അറേബ്യയുടെ ഭാവിക്ക് വലിയ രൂപത്തിലുള്ള ഭീഷണിയായിരിക്കും. അതുകൊണ്ട് സൗദി അറേബ്യ ഇടപെടുക എന്നത് അനിവാര്യമായി വരും. പക്ഷേ സൗദി അറേബ്യയുടെ ഇടപെടൽ ഒരു വഴിയായി, അതൊരു മാധ്യമമായി കണ്ട് സൗദി ആക്രമിക്കാനായിരിക്കും ഒരുപക്ഷെ ഈ വിഭാഗങ്ങൾ പദ്ധതിയിടുന്നത്. എന്തായാലും ശക്തമായൊരു ആക്രമണത്തിനുള്ള നീക്കം നടക്കുന്നു എന്ന് ഇന്റലിജൻസ് വിവരം പുറത്തു വരുന്നത് സൗദി അറേബ്യയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുകയാണ്.